بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മോമിനികളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോ അറബി ക്ലാസ്സാണ്. മുമ്പ് നമ്മൾ ഇപ്പോഴും എടുത്തു വരുന്ന ക്ലാസ്സുകൾ ഖുർആനും കർമ്മശാസ്ത്രവുമാണ്. കർമ്മശാസ്ത്രം ആവശ്യമാകുമ്പോൾ ഒക്കെയാണ് എടുക്കാറുള്ളൂ. ഖുർആൻ നിരന്തരം നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്. 106 വീഡിയോ ആയിട്ടുണ്ട് ഇപ്പോൾ. അത് ഇൻഷാ അല്ലാഹ് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇങ്ങനെ ഒരു ഉദ്ദേശം വന്നത്, അറബിയും ഇംഗ്ലീഷും പഠന ക്ലാസ്സുകൾ നടത്താൻ ഉദ്ദേശിച്ചത്, ഇവിടെ പഠന ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അക്യുറേറ്റ് ട്രാൻസ്ലേഷൻ സെൻറ്റർ ആൻഡ് ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് സ്ഥാപനത്തിന് പേര്. ഇത് 25 വർഷമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ആസ്ഥാനം തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്ത് കരിക്കാട് എന്ന് പറയുന്ന പ്രദേശത്താണ്. പോസ്റ്റ് കരിക്കാടാണ്. അപ്പോൾ 25 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകൾ ഇവിടെ ഓഫ്ലൈനായിട്ട് കുട്ടികൾ വരുന്നു, പഠിപ്പിക്കുന്നു. അങ്ങനെ ക്ലാസ്സുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതലായിട്ട് ചാനലിൽ ഓരോ വീഡിയോ ഇടുക, അത് വളരെ ഉപകരിക്കും എന്നുള്ളൊരു തോന്നലാണ് ഓഡിയൻസിന്. എന്നുള്ള നിലയ്ക്കാണ് അറബിയും ഇംഗ്ലീഷ് ക്ലാസ്സുകളും ഇവിടെ സംഘടിപ്പിക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ ഇത് എല്ലാവർക്കും ഉപയോഗപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിന് ഫീസൊന്നുമില്ല. ഫീസ് നമ്മളിപ്പോൾ കുട്ടികൾ വന്നാൽ ഇവിടെ പഠിപ്പിക്കുന്നത് അനുസരിച്ച് അവരിൽ നിന്ന് 5000 രൂപയാണ് ഒരു കോഴ്സിന് ഈടാക്കുന്നത്. 2 മാസം പഠിപ്പിക്കും, അറബിയും ഇംഗ്ലീഷും. അങ്ങനെ ഓരോ കോഴ്സിനും 5000 രൂപ വെച്ചാണ് ഈടാക്കുന്നത്. പിന്നെ അത്രയും സൗകര്യമോ ഗുണമോ ഉണ്ടാവില്ലല്ലോ ഇങ്ങനെ ഈ ചാനൽ വഴിക്ക് വീഡിയോയിലായിട്ട് യൂട്യൂബ് വഴിക്ക് ചെയ്യുന്നതിൽ. അപ്പോൾ അത് ഏതായാലും എന്തെങ്കിലും അതിൽ വല്ല അഭിപ്രായങ്ങളും രേഖപ്പെടുത്താനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആരും ഒന്നും ചെയ്യാറില്ല, കാണാറില്ല. കമൻറ്റ് ബോക്സിലൊന്നും അഭിപ്രായങ്ങൾ കാണാറില്ല. അപ്പം ഫോൺ നമ്പറിലൂടെ വിളിച്ച് പറയുകയാണെങ്കിലും കുഴപ്പമില്ല. അതിനുവേണ്ടി ഞാൻ എൻ്റെ ഫോൺ നമ്പറൊക്കെ ഈ തമ്പനയിൽ കൊടുത്തിട്ടുണ്ട്, പേരും ഫോൺ നമ്പറും. അത് ഉപയോഗപ്പെടുത്താം. ഞാൻ പറഞ്ഞതിൽ വല്ല അപാകതയും തോന്നുകയാണെങ്കിൽ അത് വിളിച്ച് പറയാം. മനുഷ്യനാണല്ലോ, ചിലപ്പോൾ വാക്കുകൾ അങ്ങോട്ടും കൊണ്ടൊക്കെ ആയിപ്പോവും. ചിലപ്പോൾ വേണം എന്ന് പറയുന്നത് വേണ്ട എന്ന് ചിലപ്പോൾ പറഞ്ഞു കാണാം. ചിലപ്പോൾ അത് ഓർമ്മ വന്നില്ലെങ്കിലോ, വന്നാൽ അപ്പം തന്നെ തിരുത്തും. അങ്ങനെയൊക്കെയാണ് സഹജമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്താം. അതല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ അതും, ഒരു ക്ലാസ് എടുക്കുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ സംശയങ്ങളും ഉണർത്താം. അപ്പോൾ അതിന് അപ്പം തന്നെ മറുപടി പറയും. ഞാൻ വിളിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ട് അങ്ങനെയൊന്നുമില്ല, വിളിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അള്ളാഹു വിജയിപ്പിച്ച് തരട്ടെ. നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇതാണ് ചെയ്യാനുള്ളത്. ഏതായാലും ഞാനിപ്പോൾ ഇന്ന് ഈ ക്ലാസ്സിൻ്റെ അറബിയുടെ ആരംഭമാണ്. ഇംഗ്ലീഷും അടുത്ത് തന്നെ തുടങ്ങും. അറബിയിലുള്ള എല്ലാ പദങ്ങളെ സംബന്ധിച്ചും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ 3 തരം അല്ലെങ്കിൽ 4 തരം: ഫിയല്, ഇസ്മ്, ഹർഫ്, ഇസ്മു ഫിയല്. ഇങ്ങനെ 4 തിരിക്കാം. ഇസ്മു ഫിയല് സാധാരണ ആരും എണ്ണാറില്ല, പക്ഷേ ഞാൻ എണ്ണുന്നത് അത് വളരെ ഉപകാരപ്പെടുമെന്നുള്ള നിലക്ക്. ഫിയല്, ഒരു വിഭാഗം ഫിയല് പദങ്ങളൊക്കെ ഫിയലാണ്, ഒരു വിഭാഗം പദങ്ങളൊക്കെ ഇസ്മാണ്, ഒരു വിഭാഗം പദങ്ങളൊക്കെ ഹർഫാണ്. അപ്പം ഇങ്ങനെ 3 തരം. പിന്നെ ഇസ്മ ഫിയല് എന്ന് പറഞ്ഞിട്ട് 2 പേരും കൂടി ഒന്നാക്കിയിട്ടുള്ളത് ഇസ്മ ഫിയല് എന്ന് പറയും. അതിൻ്റെ അപ്പം ഇങ്ങനെ 4 ജാതിയാണ്. ഇതെല്ലാം നമ്മൾ പിന്നീട് വിവരിക്കും. അതിൽ
ഇസ്മ ഫേല് ഹർഫ് ഇതിൻ്റെ മാത്രം ഒരു ഒരു ചെറു വിവരണം ഞാൻ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കാം. വീഡിയോകൾ ഒരു 15 മിനിറ്റിൻ്റെ 20 മിനിറ്റിൻ്റെ ഇടയ്ക്കുള്ള ദൈർഘ്യമാവും ഉണ്ടാവുക. അതിൽ കൂടുതൽ എടുക്കില്ല. കൂടുതൽ കാണാൻ ആളുകൾക്ക് ബോറടിക്കും എന്നുള്ള നിലക്കാണ്. എനിക്ക് ഒരു അരമുക്കാൽ മണിക്കൂർ 1 മണിക്കൂർ എടുക്കുന്നതുകൊണ്ട് വിരോധമില്ല. പക്ഷെ 1 മണിക്കൂറൊന്നും ഒരു വീഡിയോ കാണാൻ ആരും ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഏറിയാൽ ഒരു 15 മിനിറ്റ്, അതിൽ കൂടില്ല മിക്കവാറും. ഞാൻ അങ്ങനെ വരികയാണെങ്കിൽ 16 17 ഒക്കെ നല്ലത്. 15 മിനിറ്റാണ് ഉദ്ദേശിക്കുന്നത് വീഡിയോ. അതിൽ എത്രയും കുറയാം. അതാണ് ഓഡിയൻസിന് കൂടുതൽ നന്നായിരിക്കുക എന്ന് കണക്കാക്കിയിട്ടാണ് അത്രയും സമയം കുറച്ചെടുക്കുന്നത്. അപ്പോൾ ഫേല് എന്ന് പറഞ്ഞാൽ ക്രിയ എന്നർത്ഥം. ഒരു 3 കാലത്തിൽ ഏതെങ്കിലും ഒരു കാലത്തിന് ഉദ്ദേശിച്ചുകൊണ്ട് അതിൽ വരുന്നൊരു പ്രവൃത്തി. ഇപ്പോൾ അടിച്ചു എന്ന് പറയാം. അടിച്ചു എന്നുള്ള ലറബ എന്നാ പറയാം. അടിച്ചു എന്നുള്ളത്, ഈ ലറബ എന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്തിൽ നടന്നൊരു സംഭവമാണ്. അടിക്കും എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന കാലത്തിൽ നടന്ന സംഭവമാണ്. അടിക്കുന്നു എന്ന് പറഞ്ഞാൽ വർത്തമാന കാലത്ത് നടക്കുന്ന സംഭവമാണ്. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാലത്തിനോട് ബന്ധപ്പെട്ട നിലയ്ക്ക് ഒരു ക്രിയ നടക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ഇവിടെ ഫേല് എന്ന് പറയാം. അപ്പം അങ്ങനെയുള്ള വാക്കുകൾ കുറേ ഉണ്ട്. ലറബ എതിരിബു, ലറബൻ, ലറബ എതിരിബു, പിന്നെ നസറ യൻസുറു, ജാ യജീഉ, ദഹബ യദ്ഹബു, ഇതൊക്കെ ഫേലുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഫേലിന് പ്രത്യേക ഫോമുണ്ട്. ആ ഫോമിൽ വരുന്നതൊക്കെ ഫേലാണ്. അത് മാലി, മുതാരി, അംദ, നെഹി എന്ന് പറഞ്ഞ 2-4 തരം ഫേലുകളുണ്ട്. ലറബ എന്ന് പറയുമ്പോൾ ആ ഫോമിലാണ് 3 അക്ഷരത്തിനും ഫത്തഹായിട്ട് വരുന്ന, അല്ലെങ്കിൽ ആദ്യത്തെയും അവസാനത്തെയും അക്ഷരത്തിന് ഫത്തഹായി വരുന്ന, നടുക്കിലുള്ളതിന് മാറ്റങ്ങൾ വരാം. ലറബ യദ്രിബു, നസറ യൻസുറു, ഫഅല യഫ്അലു, നടുക്കിലുള്ള അക്ഷരത്തിന് മാറ്റങ്ങൾ വരും. വിശദമായിട്ട് ആ ഫേലിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് സംസാരിക്കാം. പിന്നെ യദ്രിബു എന്ന് പറഞ്ഞ മുലാരിയ. മുലാരി എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ടെൻസിനും ഫ്യൂച്ചർ ടെൻസിനും പറ്റുന്ന ജാതി പദമാണ് മുലാരി എന്ന് പറയുന്നത്. ഹാലിനും മുസ്തഖ്ബലിനും പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ള 2 ഫേല്. പിന്നെ അംദ്. അംദ് എന്ന് പറഞ്ഞാൽ കൽപ്പനക്രിയ. നെഹി എന്ന് പറഞ്ഞാൽ നിരോധനക്രിയ. അതായത് ചെയ്യരുത്, ചെയ്യണം എന്നൊക്കെ പറയുന്ന റിക്വസ്റ്റ് ഫോം, അങ്ങനെ വരുന്ന അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും. അതാണ് കൽപ്പനക്രിയയും അതിൻ്റെ നെഗറ്റീവും. ഇങ്ങനെയുള്ള 4 തരം ഫേലുകളാണ് ഉള്ളത്. ഈ മോഡലിൽ, ഈ ഫേലിൻ്റെ മോഡൽ നമ്മൾ പഠിച്ചാൽ ആ മോഡലിൽ വരുന്നതൊക്കെ ഫേലുകളാണ്. അല്ലാത്തതൊക്കെ ഇസ്മും ഹർഫുമാണ്. ഇസ്മ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മൊത്തത്തിലൊന്ന് പറയാം, ഒരാളുടെ പേര്. എൻ്റെ പേര് ഇബ്രാഹിം. ഇബ്രാഹിം, മുഹമ്മദ്, ജമാൽ, ഇങ്ങനെയുള്ള പേരുകൾ. പെണ്ണുങ്ങളുടെ പേരാണെങ്കിൽ ഫാത്തിമ, റുക്കിയ, അങ്ങനെയുള്ള പേരുകളൊക്കെ അതിൽ പെട്ട്. ഏതെല്ലാം പേരുണ്ടോ അതൊക്കെ പെട്ട്. പിന്നെ വസ്തുക്കളുടെ പേര്, മൃഗങ്ങളുടെ പേര്. മൃഗങ്ങൾ ഇപ്പോൾ അസദ് എന്ന് പറയാം, സിംഹം, കെൽബ് എന്ന് പറയാം. അതൊക്കെ ഇസ്മിൽ പെട്ട്. പിന്നെ വസ്തുക്കളുടെ പേര്, ബൈത്ത്, വീട്, ത്രാവില, മേശ, കുർസി, കസേര, ഇങ്ങനെയുള്ള ഏതെല്ലാം സാധനം ഉണ്ടോ അതെല്ലാം ഇസ്മിൽ പെട്ടു. ഫേലല്ലാത്തതെല്ലാം ഇസ്മ. പിന്നെ ഹർഫ് എന്ന് പറഞ്ഞാൽ ഇസ്മിനും ഫേലിനെയും യോജിപ്പിക്കാൻ വേണ്ടി, അർത്ഥം അനുസരിച്ച് യോജിപ്പിക്കാൻ വേണ്ടി ചില വാക്കുകൾ കൊടുക്കും. പിന്നെ കലമി അലത്താവില എന്ന് പറയാം. എൻ്റെ പേന മേശമേലുണ്ട് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അല അവിടെ ഉപയോഗിച്ചത് മേൽ എന്നർത്ഥമാണ്. ഓൺ, ഇംഗ്ലീഷിൽ ഓൺ. അപ്പോൾ അത് അങ്ങനെയുള്ള വാക്കുകളൊക്കെ അല, മേൽ, ഫി, ഇൽ, ഇങ്ങനെയുള്ള വാക്കുകൾ അത് ഒരക്ഷരമാവില്ല, 2, 3, 4 അക്ഷരമൊക്കെ ഉണ്ടാവും ചില ഹർഫുകൾ എന്ന് പറഞ്ഞാൽ. ഇതിനൊക്കെ കൂടി ഹർഫ് എന്ന് പറയാം. ഹർഫ് അക്ഷരം എന്നുള്ള അർത്ഥമല്ല ഇവിടെ
ഇസ്മും ഫേലും അല്ലാത്ത അതാണ് ഹർഫ്. ഇംഗ്ലീഷിൽ പറയുക പ്രിപ്പോസിഷൻ എന്നാണ്. ഇംഗ്ലീഷ് അറിയുന്നവർക്ക് എളുപ്പം മനസ്സിലാകും പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ. ഇൻ, ഓൺ എന്നൊക്കെ പറയുന്ന കുറേ ഉണ്ട്. അത് ഇങ്ങനെ 3 തരമാണ്. പിന്നെ ഇസ്മു ഫേല് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ട്. അതിന് അപൂർവം പണ്ഡിതന്മാരെ അത് എണ്ണിയിട്ടുള്ളൂ. അപ്പം 3 ഭാഗങ്ങളായിട്ടാണ് സാധാരണ അതിനെപ്പറ്റി പറയാറ്. പഠിക്കലും അങ്ങനെ തന്നെ. ഞാനിവിടെ 4ആക്കി എണ്ണിയത് ശ്രോതാക്കൾക്ക് പെട്ടെന്ന് അത് പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇസ്മു ഫേല് എന്ന് പറഞ്ഞാൽ ഇസ്മിൻ്റെ മോഡലാവും, ഫേലിൻ്റെ അർത്ഥമാവും. ആ ഫേല് 4 ജാതി ഉണ്ടല്ലോ. ഫേല് 4 ജാതി പറഞ്ഞാൽ മാദി, മുദാരി, അംദ്, നഹി. ഈ 4 തരം നമ്മൾ പറഞ്ഞു. പാസ്റ്റ് ടെൻസ്, കൽപ്പനക്രിയ, ഹാലിനും മുസ്തഖ്ബിലിനും ഫ്യൂച്ചർ ടെൻസിനും പിന്നെ പ്രസൻറ്റ് ടെൻസിനും പറ്റുന്ന ജാതി വാക്ക്, അതാണ് മുദാരി എന്ന് പറഞ്ഞത്. പിന്നെ കൽപ്പനക്രിയ, പിന്നെ നിരോധനക്രിയ. ഇങ്ങനെ 4 തരം ഫേലുകളുണ്ട്. ഇതല്ലാത്തതൊക്കെ ഇസ്മാണെന്നും പറഞ്ഞു. അപ്പോൾ ഈ ഫേലിൽ ഏതെങ്കിലും ഒരു ഫേലിൻ്റെ അർത്ഥമാവും ഇസ്മ ഫേലാവുമ്പോൾ. അതിൻ്റെ മോഡലോ ഫേലിൻ്റെ മോഡലാവില്ല, ഇസ്മിൻ്റെ മോഡലാവും. അപ്പോൾ ഇസ്മിൻ്റെ മോഡലിൽ വന്ന് ഫേലിൻ്റെ അർത്ഥത്തിന് വരുന്ന വാക്കുകൾ ഖുറാനിലൊക്കെ ഉണ്ട്. അംഹിൽ ഹും റുവൈദ എന്നൊക്കെ. റുവൈദ എന്ന് പറഞ്ഞാൽ ഇതിൽ പെട്ട ഒരു വാക്കാണ്. അപ്പോൾ ഇങ്ങനെ 4 തരം ഇസ്മ, ഫേല്, ഹർഫ് 4 തരം. പിന്നെ ഇസ്മ ഫേലും കൂടി 4 തരം വാക്കുകളാണ്. അറബിയിലുള്ള എല്ലാ പദങ്ങളും പരിശോധിച്ചാൽ 4ൽ ഒരു ഐറ്റത്തിലെ വരിക എന്നാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇങ്ങനെയുള്ള ഫേലുകൾ പിന്നെ ഹർഫ് ആവുമ്പോൾ അതിൻ്റെ ഉദാഹരണമൊക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഇത് ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ കുട്ടികൾ നേരിട്ട് വന്ന് ഒക്കെ എഴുതിയെടുക്കാൻ ഇതൊക്കെ പറ്റും. ഇവിടെ എഴുതാനുള്ള സൗകര്യം ആക്കിയിട്ടില്ല. അതിൻ്റെ പേരിൽ ഈ പറയുന്നത് വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ വാചകങ്ങൾ ഉണ്ടാക്കലാണ് ഇനി. പെട്ടെന്ന് നമ്മൾ വാചകങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും. അടുത്ത വീഡിയോ മുതൽക്ക് ഇസ്മ ഫേല് ഉപയോഗിച്ച് വാചകങ്ങൾ ഉണ്ടാക്കും. ഇസ്മും ഫേലും ഹർഫും എല്ലാം ഉപയോഗിച്ച് വാചകങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇസ്മും ഫേലും ഹർഫും എങ്ങനെയാണ് നമ്മളുടെ സംസാരിക്കുന്നതിൽ ഭാഗഭക്കാവുന്നത്, അതല്ലെങ്കിൽ എഴുത്തിൽ ഭാഗഭക്കാവുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇത്രയാണ് എടുക്കുന്നുള്ളൂ. നാളെ മുതൽ അടുത്ത വീഡിയോ മുതൽക്ക് നമ്മൾക്ക് വിശദമായിട്ട് ഒന്നും കൂടിയും വിശദമായിട്ട് കുറച്ചും കൂടിയും സമയമെടുത്ത് ഇപ്പോൾ ഒരു 14 മിനിറ്റ് ആയിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.